ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഒരു അടിപൊളി ചെറുനാരങ്ങ അച്ചാറുണ്ടാക്കാം. അതിനായിട്ട് ഞാൻ 1 കിലോ ചെറുനാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഒരുവിധം വലിയ നാരങ്ങയാണ്. നമുക്ക് നാട്ടിൽ കിട്ടുന്ന പോലെ അത്ര പഴുത്ത നാരങ്ങ ഇവിടെ കിട്ടിയല്ല. കുറച്ച് പച്ചയും കുറച്ച് പഴുത്തതൊക്കെ ആയിട്ടാണ് കിട്ടുന്നത്. എന്നാൽ നാട്ടിൽ കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടെ വലിപ്പം കൂടുതലുണ്ട് താനും. ഇതിന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ച് വെള്ളം നന്നായിട്ടും തിളച്ച് കഴിയുമ്പോൾ അതിലോട്ട് കുറച്ച് ഉപ്പിടുന്നു. അതിന് ശേഷം ഞാൻ നാരങ്ങ എല്ലാം പെറുക്കി ഇട്ട് കൊടുക്കുകയാണ്. നാരങ്ങ വേകുന്ന പാകമാകുമ്പോൾ നമ്മളത് എടുത്ത് നോക്കണം. അത് വെന്തോന്നറിയാൻ ഒരെണ്ണം എടുത്തൊന്ന് ഞെക്കി നോക്കിയാൽ അത് ഞെക്ക് കൊള്ളുമെങ്കിൽ അത് വെന്തിട്ടുണ്ടാകും. എന്നാൽ നാരങ്ങ പൊട്ടിപ്പോകാനും പാടില്ല. പൊട്ടി അതിനകത്ത് ആ വെള്ളം കയറിയാൽ അത് നാരങ്ങ കഴിക്കുകയും ചെയ്യും. നമ്മുടെ നാരങ്ങയൊക്കെ കളറൊക്കെ മാറി വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. വെന്തിട്ടുണ്ട് നാരങ്ങ. കോരി എടുക്കുകയാണ് ഞാൻ. ഇനി നാരങ്ങ അച്ചാറിടുമ്പോൾ ഒട്ടും വെള്ളം പാടില്ല. അതിനാൽ ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഞാൻ എല്ലാം തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മുറിക്കുമ്പം നീളത്തിലാണ് മുറിച്ചെടുക്കേണ്ടത്. നാരങ്ങ ഇങ്ങനെ കണ്ടോ, അതിൻ്റെ അകത്തെ വര ഇങ്ങനെ വരും. അങ്ങനെ നീളത്തിൽ നമ്മൾ കുറുകെ മുറിക്കുന്നത്, നമ്മൾ വെള്ളം കുടിക്കാൻ നാരങ്ങ പിഴിയുമല്ലോ, അതിന് വേണ്ടിയാണ് നമ്മൾ കുറുകെ മുറിക്കുന്നത്. അച്ചാറിടാൻ സാധാരണ ഇങ്ങനെയാണ് മുറിക്കാറുള്ളത്. ഞാൻ ഓരോ നാരങ്ങയും 8 കഷ്ണങ്ങളായിട്ടാണ് മുറിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് ഒരുവിധം വലിയ നാരങ്ങയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, കണ്ടോ. എന്നിട്ട് ഓരോ പീസിനും വലിപ്പമുണ്ട്. അങ്ങനെ ഞാനിവിടെ നാരങ്ങയെല്ലാം മുറിച്ച് ഒരു ബൗളിലാക്കിയിട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇതിനാവശ്യത്തിനുള്ള കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നു. ഉപ്പ് കുറച്ച് അധികമായാലും കുഴപ്പമില്ല, നമ്മൾ അച്ചാറിട്ട് വരുമ്പോൾ അത് പാകത്തിനായിക്കോളും. ഇനി ഇതിലേക്ക് ഞാൻ എന്താ ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഞാൻ ഇത് വെക്കുകയാണ്. ഞാൻ തലേദിവസം വെക്കുന്നു, എന്നിട്ട് പിറ്റേ ദിവസമാണ് ഞാനെടുത്ത് വെക്കുന്നത്, അച്ചാറിടുന്നത്. ഞാൻ അങ്ങനെ വെച്ചു. ഇനി ഇതിന് വേണ്ടി കുറച്ച് ഈന്തപ്പഴം, നമ്മൾ ഈന്തപ്പഴം ഇട്ടാണ് അച്ചാറുണ്ടാക്കുന്നത്. ഈന്തപ്പഴത്തിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ഞാനൊരു 15 ഈന്തപ്പഴം എടുത്തിട്ടുണ്ടായിരുന്നു. അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ ആ ഗ്ലാസ്സിന് തന്നെ ഒരു ചെറിയ ഗ്ലാസ്സാണത്, അതിന് തന്നെ 1 ഗ്ലാസ് വിനാഗിരി ഒഴിച്ചിട്ട് അത് ഒരു 10 മിനിറ്റ് മാറ്റി വയ്ക്കുന്നു. എങ്കിൽ മാത്രം അത് അലിഞ്ഞൊന്ന് വരത്തുള്ളൂ ഈന്തപ്പഴം. ഇനി നമുക്ക് നമ്മൾ വെച്ചിരുന്ന നാരങ്ങ എടുത്ത് നോക്കിയപ്പോൾ നന്നായിട്ടും പാകമായിട്ടുണ്ട്. വിനാഗിരി ഉപ്പും കൂടെ ചേർന്ന്. ഇനി നമുക്കിത് ഇതിന് വേണ്ട മസാല റെഡിയാക്കാം. ഞാനൊരു പാൻ അടുപ്പ് വെച്ചിട്ട് ഒരു 100 ഗ്രാം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്താലാണ് അച്ചാർ കൂടുതൽ നാൾ ഇരിക്കുകയുള്ളൂ. വെളിച്ചെണ്ണയിൽ ചെയ്താൽ വേഗം തന്നെ അത് കേടാകാൻ സാധ്യതയുണ്ട്. എണ്ണയൊക്കെ ചൂടായി വന്നപ്പോഴത്തെ ഇതിലേക്ക് ഞാൻ 1 സ്പൂണ് കടുകിട്ട് പൊട്ടിയതിന് ശേഷം 1 സ്പൂണ് ഉലുവയും കൂടി ഇട്ട് കൊടുത്തു. ഇനി അതൊന്ന് മൂത്ത് ഒരു ചുമപ്പ് കളറായി വന്ന് കഴിയുമ്പോൾ വേണം നമുക്ക് ഇതിലേക്ക് ഞാൻ 1 ഡവറ നിറയെ വെളുത്തുള്ളി പൊളിച്ച് വെച്ചിരുന്നത് അതും ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി അതരിഞ്ഞതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി പയ്യൊന്ന് കളറ് മാറിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുക്കാവുള്ളൂ. എന്നാൽ വെളുത്തുള്ളി വെന്ത് പോവുകയും ചെയ്യരുത് ആ പാകത്തിന്. ഇനി ഒരു 10 പച്ചമുളക് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഇട്ട് എല്ലാം കൂടെ ഇളക്കി ഒന്ന് കളറ് മാറി ഒരു ചെറിയ ചുവപ്പ് കളറായി വന്ന സമയത്ത് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നു. ഇനി അതൊന്ന് ഇളക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇഞ്ചിയും പച്ചമുളകും നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പം അതിൻ്റെ എരിവും കൂടെ ഇറങ്ങുമ്പോൾ ഈ അച്ചാറിന് ആവശ്യത്തിനായ എരിവ് കിട്ടിക്കൊള്ളും. ഇനി ആ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഒന്ന് ഇളക്കുക. നമ്മൾ 1 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നു. കുരുമുളക് പൊടി ഇട്ടിങ്ങനെ അച്ചാർ ഉണ്ടാക്കി ഒരു പ്രത്യേക ടേസ്റ്റുണ്ട്. ഇനി അതും ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് 2 സ്പൂൺ ശർക്കരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ശർക്കര പൊടിച്ച് ഞാൻ വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഒരു 2 സ്പൂണ് ഇട്ട് കൊടുക്കുന്നു. അതൊന്ന് ഇളക്കിയതിന് ശേഷം അതൊന്ന്
ശർക്കര പെട്ടെന്ന് തന്നെ മെൽറ്റാകും. അങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വിനാഗിരി ഒഴിച്ച് വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഉണ്ടല്ലോ, അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കുക. ഒന്ന് ഇളക്കി കുറച്ച് നേരം ഇളക്കി കഴിയുമ്പോൾ അതിൻ്റെ കളറെല്ലാം മാറി നല്ലൊരു പ്രത്യേക കളറും ആയി, നല്ല മണവും ആ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും എല്ലാം കൂടെ ഇത് കണ്ടോ ഒരു കളറും മാറി നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ആ ഈന്തപ്പഴമൊക്കെ വെന്ത് കഴിഞ്ഞു. ഇപ്പം നമ്മൾ വിനാഗിരി ഒഴിച്ച് വെച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് വെന്ത് ചേർന്നു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കണം. ആ നാരങ്ങയിലേക്ക് ആ പൊടികളെല്ലാം ഒന്ന് പിടിക്കണം. അതിനായിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ ചെറുനാരങ്ങ അച്ചാർ ഇടുക എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴാണല്ലേ നമ്മൾ ചെറുനാരങ്ങ അച്ചാർ ഇടുന്നത്. എന്നാൽ നമ്മൾ സദ്യകൾക്കൊക്കെ വടുകപ്പുളി നാരങ്ങ അച്ചാറാണ് ഇടുന്നത്. ഞാനിതിൽ കായം ചേർത്തിട്ടില്ല കൊണ്ട് എന്ത് ചെയ്യും, ഒരു 2 സ്പൂൺ കായം ഇട്ട് കൊടുക്കുന്നു. അച്ചാറിന് ഏറ്റവും പ്രധാനം കായമല്ലേ, അതുകൊണ്ട് ഞാൻ 2 സ്പൂണ് കായം ചേർത്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇതിന് നമ്മൾ ആദ്യം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്ക് കുറച്ച് ഉപ്പും കൂടെ വേണം. ഇതിന് കുറച്ച് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നു. ഇനി എല്ലാം കൂടി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാനൊരു ഉലുവ ഇട്ട് കടുക് പൊട്ടിച്ചതാണ് എങ്കിലും ഞാൻ ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഉലുവാപ്പൊടിയുടെ കായവും കൂടെ ചേർന്നാലാണ് അച്ചാറിന് അതിൻ്റെ ടേസ്റ്റ് പ്രത്യേകം ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഒരു 2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി നന്നായിട്ട് ഇത് ഈ ഉലുവാപ്പൊടിയും കായവും ഉപ്പും എല്ലാം കൂടെ ഇതിലൊന്ന് പിടിക്കട്ടെ. അങ്ങനെ ഇളക്കി നമുക്കിതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കണം. എങ്കിൽ മാത്രമാണ് നമ്മുടെ ഈ അരപ്പെല്ലാം ഈ കഷ്ണത്തെ പിടിക്കുകയുള്ളൂ. ഇപ്പം തന്നെ നല്ല പാകത്തിന് വെള്ളമായിട്ട് കണ്ടോ, എല്ലാം ചേർന്നിട്ടുണ്ട്. ഇതൊന്ന് തിളയ്ക്കണം. തിളച്ച് വന്ന് തിളയ്ക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എണ്ണ ഇങ്ങോട്ട് തെളിഞ്ഞു വരണം, അതാണ് പാകമായിട്ട് വരുന്നത്. കണ്ടോ എണ്ണ പൊക്കത്തിൽ തെളിഞ്ഞു വന്നത് കണ്ടോ. ആ പരുവാകുമ്പോഴാണ് നമ്മൾ അച്ചാർ എടുക്കാവുള്ളൂ. എങ്കിൽ മാത്രമാണ് ഈ അരപ്പുകളെല്ലാം ആ പൊടികളെല്ലാം നമ്മുടെ നാരങ്ങയെ പിടിക്കുകയുള്ളൂ. കണ്ടോ നല്ല അടിപൊളി നാരങ്ങ അച്ചാറായി കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ. കണ്ടോ ചോറിന് ഈ ഒരു അച്ചാർ മാത്രം ഉണ്ടെങ്കിൽ മതി നമുക്ക് ചോറ് കഴിക്കാം. എന്താണെന്ന് വെച്ചാൽ ഈന്തപ്പഴവും ശർക്കരയും കൂടെ ചേർത്താണ്, കുരുമുളകും ഇത് 3ഉം കൂടെ ചേർത്തുകൊണ്ട് ഇത് പ്രത്യേക സ്വാദാണ് ഈ അച്ചാറിന്. നമ്മൾ പച്ച നാരങ്ങയാണ് ഇട്ടെങ്കിലും ഈ ഈന്തപ്പഴം ചേർത്തതുകൊണ്ട് ഈ അച്ചാറിന് ഒട്ടും കയ്പില്ലാത്തതാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചെറുനാരങ്ങ ഈന്തപ്പഴ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകണം. നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.